ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ ആപ്ലിക്കേഷൻ ഒന്നല്ല പരിചയപ്പെടുത്തുന്നത്. വാട്സപ്പിൽ വന്നിട്ടുള്ള ചെറിയൊരു അപ്ഡേഷനെ കുറിച്ചിട്ടും നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്തുള്ള ചെറിയൊരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. വാട്സപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേഷൻ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇനി ചെയ്യാത്ത സുഹൃത്തുക്കൾക്കും അറിയാത്ത സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എന്നാലും നമുക്ക് നോക്കാം. അതിന് മുമ്പേ നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വാട്സപ്പ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. സാധാരണ നമ്മൾ വാട്സപ്പിൽ മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്യാറുണ്ട്, ഫോട്ടോ സെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ വീഡിയോ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പുതുതായിട്ടൊരു സ്പീക്കറിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. മുമ്പുള്ള വാട്സപ്പിൻ്റെ അകത്ത് ഈ ഒരു ഐക്കൺ നമ്മൾ കണ്ടിരുന്നില്ല. എന്നാൽ ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ. ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ സ്പീക്കർ എന്നുള്ള ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയുടെ വോയിസ് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. ഓക്കെ, അതിലൊരു വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇനി ഒരു സ്പീക്കറിൻ്റെ ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വോയിസ് ഇല്ലാതെ നമുക്ക് വീഡിയോ സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പം വോയിസ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ വീഡിയോ സെൻഡ് ചെയ്യുന്നത്? മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു അപ്ഡേഷൻ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണോ ലഭിക്കുന്നത് അവർക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വോയിസിൻ്റെ, അതായത് ശബ്ദമില്ലാതെ ഈ ഒരു വീഡിയോ മാത്രം ലഭിക്കുന്നതായിരിക്കും. അതാണ് ഈ ഒരു പുതിയൊരു അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള ചെറിയൊരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഫോണ് ഇവിടെ 3 തവണ സ്ക്രീനിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്കത് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നത്? അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ സെർച്ച് ബാറിൻ്റെ അകത്ത് ആക്സസിബിലിറ്റി എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ താഴെയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ആക്സസിബിലിറ്റി. ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും മാഗ്നിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളിതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഏതൊരു സ്ക്രീനിൻ്റെ അകത്തേക്കും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സൂം ചെയ്യാൻ പറ്റും. അതുപോലെ 3 തവണ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സൂം ഔട്ട്, സൂം ഇൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഉപകാരപ്പെടുന്ന ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.